ഓപ്പറേഷൻ സിന്ദൂറിൽ 5 കൊടും ഭീകരർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ലഭ്യമായി വരുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ കമാൻഡർ ഉണ്ട്. അയാളുടെ പേര് അബു ഹംസ അബു ജിൻഡാൾ എന്നാണ്. അയാളുടെ മുഴുവൻ പേര് സയ്യിദ് സൈബുദ്ദീൻ അൻസാരി അബു ജിൻഡാൾ എന്ന അയാൾ അറിയപ്പെടുന്നുണ്ട്. അയാളുടെ ടീമിൽ അയാൾ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഈ ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായി അറിയപ്പെടുന്നുണ്ട്. ലഷ്കർ ഇ തയ്യബയുടെ കമാൻഡറാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. ഹഫീസ് സയ്യിദിൻ്റെ അടുത്ത അനുയായിയാണ്. മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യ തിരയുന്ന അതിൻ്റെ ആസൂത്രകരിൽ ഒരാളാണ്. ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയ ഭീകരരുടെ ലിസ്റ്റിൽ ആദ്യത്തെ കുറച്ച് പേരുകളിൽ ഒന്ന് ഈ ജുണ്ടാളുടെ ആയിരുന്നു. എന്താണ് സംഭവിച്ചത്? അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിശദാംശങ്ങൾ നൽകും. അച്യുതൻ, ഇയാൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഷ്കർ ഇ തയ്യബയുടെ ആദ്യത്തെ 5 പേരെടുത്താൽ അതിലൊന്ന് ഈ കൊല്ലപ്പെട്ട കൊടും ഭീകരനാണ്. അതിൻ്റെ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇയാൾ അടക്കമുള്ളവർ അവിടെ ഇല്ലാതായി എന്നതിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? വിജയകുമാർ, ഈ ഒരു നിമിഷം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ഈ മുദാസർ ഖാദിയാൻ ഖാസ് എന്നറിയപ്പെടുന്ന ഈ അബു ജിൻഡാൽ കഴിഞ്ഞ ഈ മാസം 7-ന് നമ്മുടെ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ദൗത്യം 9 തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത ആ ദൗത്യത്തിൽ കൊല്ലപ്പെട്ടതായി ആണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന, സേനയ്ക്ക് വകവരുത്താൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡർ ആയിരുന്നു. പല ഭീകരവാദ പരിശീലന നൽകിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കകത്ത് പല ഭീകരാക്രമണങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആസൂത്രകൻ എന്നുകൂടിയാണ് ഇയാളെ അറിയപ്പെടുന്നത്. ഇയാളിപ്പോൾ അബു ജിൻഡാൽ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ഈ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ മറ്റൊന്ന് ഹാഫിസ് മുഹമ്മദ് ജമീൽ എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർ ആയിട്ടുള്ള ഹാഫിസ് മുഹമ്മദ് ജമീൽ കൊല്ലപ്പെട്ടതായി, അതേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ദൗത്യത്തിലൂടെ അയാളെയും ആ ഭീകരനെയും കൊല്ലാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് മുഹമ്മദ് യൂസഫ് അസ്ഹർ, മൗലാന മസൂദ് അസറിൻ്റെ സഹോദരൻ എന്നറിയപ്പെടുന്ന അദ്ദേഹവുമായി ബന്ധമുള്ള ആളാണ് മുഹമ്മദ് യൂസഫ് അസ്ഹർ. ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബ ഇതുമായി ബന്ധമുള്ള കമാൻഡറാണ്. ഇത്തരത്തിൽ തീവ്രവാദ പരിശീലനം നൽകുന്ന, ആയുധ പരിശീലനം നൽകുന്ന കൊടും ഭീകരൻ എന്നാണ് മുഹമ്മദ് യൂസഫ് അസ്ഹറിനെ അറിയപ്പെടുന്നത്. ആ മുഹമ്മദ് യൂസഫ് അസ്ഹർ എന്ന കൊടും ഭീകരനും ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തിലൂടെ സേനയ്ക്ക് വധിക്കാനായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മുഹമ്മദ് യൂസഫ് അസ്ഹർ ഈ കാണ്ഡഹാർ വിമാന റാഞ്ചലുമായൊക്കെ ബന്ധമുണ്ടായിരുന്ന ആളാണ്. നേരിട്ട് ബന്ധമുള്ള കൊടും ഭീകരനാണ്. അതിൽ ആസൂത്രണം നടത്തിയ സൂത്രധാരിൽ ഒരാളാണ് മുഹമ്മദ് യൂസഫ് അസ്ഹർ എന്ന് പറയുന്ന ഈ കൊടും ഭീകരൻ. ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡറാണ് മുഹമ്മദ് യൂസഫ് അസ്ഹറും. ആ മുഹമ്മദ് യൂസഫ് അസ്ഹറിനെയും വധിക്കാൻ കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്നാണ് ഈ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മറ്റൊന്ന് ഖാലിദ് എന്നറിയപ്പെടുന്ന അബു ആകാശ എന്നറിയപ്പെടുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ കൊടും ഭീകരൻ, ആ ഖാലിദ് എന്നറിയപ്പെടുന്ന ആ ഭീകരനെയും വധിക്കുവാൻ കഴിഞ്ഞു എന്നാണ്. അതായത് ജമ്മു കാശ്മീരിൽ 1-ലധികം ഭീകരാക്രമണങ്ങൾ നടത്തിയതിൽ നേരിട്ട് പങ്കുള്ള കൊടും ഭീകരനാണ് ഈ അബു ആകാശ എന്നറിയപ്പെടുന്ന ഖാലിദ് എന്ന ഭീകരൻ. ആ ഭീകരനെ, അതായത് അഫ്ഗാനിൽ നിന്ന് ആയുധങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ച് ഇത്തരത്തിൽ പരിശീലനം നൽകി ഭീകര ആക്രമണങ്ങൾക്ക് പരിശീലനം നൽകുന്ന ഒരു കൊടും ഭീകരനാണ് ഈ അബു ആകാശ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊന്ന് മുഹമ്മദ് ഹസൻ ഖാൻ, ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് ഹസൻ ഖാൻ എന്നറിയപ്പെടുന്ന ആളാണ്. ഈ ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ അതിന് കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നീക്കം നടത്തുന്ന ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു കൊടും ഭീകരനാണ് ഈ നമ്മൾ മുഹമ്മദ് ഹസൻ ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊടും ഭീകരനെ ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡറാണ് വധിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 5 കൊടും ഭീകരർ ആ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സേനയ്ക്ക് വകവരുത്താനായി
എന്നതാണ് നമുക്ക് ഈ നിമിഷം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ആ ദൗത്യം കഴിഞ്ഞതിന് പിന്നാലെയുള്ള വാർത്താ സമ്മേളനത്തിൽ സേന വ്യക്തമാക്കിയിരുന്നു 9 തീവ്രവാദ താവളങ്ങൾ, തീവ്രവാദത്തിന് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ, ലോഞ്ച് പാഡുകൾ ഉൾപ്പെടെയാണ് ഇന്ത്യൻ ആർമി ലക്ഷ്യമിട്ടത്. അവിടെയാണ് കൃത്യമായി ഈ ആക്രമണം നടത്തിയത്. അത് അച്യുതൻ ഒരു നിമിഷം, ഇതിൽ ആ ലിസ്റ്റ് ഏതാണ്ട് പൂർണ്ണമായി കിട്ടിയിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽസ് ഓഫ് ടെററിസ്റ്റ് കിൽഡ് ഇൻ ഇന്ത്യൻ സ്ട്രൈക്സ് ഓൺ 7th May പാകിസ്ഥാൻ. അപ്പോൾ അതിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ചെറുതല്ലാത്ത നേട്ടം എന്ന് വെച്ചാൽ ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് എന്ന് പറയുന്ന ആ പട്ടികയിലെ 5ലധികം കൊടും ഭീകരരെ ഇല്ലാതാക്കാൻ വകവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിച്ച് തന്നെ വരുന്നുണ്ട്. അതിൽ ഈ അബു ജുണ്ടാൾ എന്നറിയപ്പെടുന്ന മുദ്ദാസർ ഖൈദാൻ ഖാസ് അയാൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. അയാൾ ലഷ്കർ ഇ തയ്യബയുടെ ഇൻചാർജ് ഓഫ് മർക്കസ് തൈബ മുർഡിക്ക്, അതായത് മർക്കസ് തൈബ മുർഡിക്കയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ചുമതലക്കാരനായിരുന്നു. ലഷ്കർ ഇ തയ്യബയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ചുമതലക്കാരനായിരുന്നു അബു ജുണ്ടാൾ എന്ന് പറയുന്ന ഈ കൊടും ഭീകരൻ. ഇയാൾക്ക് ഗാർഡ് ഓഫ് ഓണർ കിട്ടിയിട്ടുണ്ട്. ഫ്യൂണറലിന്റെ സമയത്ത് പാകിസ്ഥാൻ ആർമി, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ചില ഭീകരരുടെ ഈ സംസ്കാര ചടങ്ങിലൊക്കെ പാകിസ്ഥാൻ ആർമിയും കൂട്ടത്തോടെ പങ്കെടുക്കുന്നത്. അതിൽ ഈ പറഞ്ഞ അബു ജുണ്ടാളിൻ്റെ സംസ്കാര ചടങ്ങിൽ ഇയാൾക്ക് പാക് ആർമിയുടെ ഗാർഡ് ഓഫ് ഓണർ കിട്ടി എന്നാണ് പറയുന്നത്. പാക് ആർമി ചീഫ് പഞ്ചാബ് CM മറിയം നവാസ് ഒക്കെ ഇതിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിലെ ഈ അവസാന പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്തതിൽ ഈ ലഷ്കർ ഇ തയ്യബയുടെ പ്രധാനപ്പെട്ട അവിടെയുള്ള മറ്റ് ചില നേതാക്കളൊക്കെ അതിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. അടുത്തയാൾ ഹാഫിസ് മുഹമ്മദ് ജമീൽ. അയാൾ ജെയ്ഷെ മുഹമ്മദിന്റെ കൊടും ഭീകരനാണ്. എൽഡസ്റ്റ് ബ്രദർ ഇൻ ലോ ഓഫ് മൗലാന മസൂദ് അസർ. മൗലാന മസൂദ് അസറിന്റെ എൽഡസ്റ്റ് ബ്രദർ ഇൻ ലോ ഹാഫിസ് മുഹമ്മദ് ജമീൽ. അയാൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരനാണ്. അയാൾ മർക്കസ് സുബാനല്ല, ബാവൽപൂരിലെ മർക്കസ് സുബാനള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ചുമതലക്കാരനായിരുന്നു. അപ്പോൾ ലഷ്കറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ചുമതലക്കാരനെയും ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ചുമതലക്കാരനെയും ഈ ആക്രമണത്തിൽ വധിക്കാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ വളരെ നിർണായകവും അങ്ങേയറ്റം പ്രധാനപ്പെട്ടതുമാണ്. ഹാഫിസ് മുഹമ്മദ് ജമീൽ, അയാൾ ജെയ്ഷെ മുഹമ്മദിന്റെ എൽഡസ്റ്റ് ബ്രദർ ഇൻ ലോ. അയാൾ ബാവൽപൂരിലെ മർക്കസ് സുബാനള്ളയുടെ ചുമതലക്കാരനാണ്. അയാൾ ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം സജീവമായി പങ്കെടുക്കുന്നയാളാണ്. ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. മുഹമ്മദ് യൂസഫ് അസർ, ഉസ്താദ് ജി എന്നൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് സലീം ഗോഷി സാഹബ് എന്നൊക്കെയാണ് അയാൾ അറിയപ്പെടുന്നത്. മുഹമ്മദ് യൂസഫ് അസർ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവാണ്. ബ്രദർ ഇൻ ലോ ഓഫ് മൗലാന മസൂദ് അസർ. മൗലാന മസൂദ് അസർ എന്ന കൊടും ഭീകരന്റെ ബ്രദർ ഇൻ ലോ ആണ്. അയാൾ ഈ പരിശീലനം നൽകുന്ന ഒരാൾ കൂടിയാണ്. വെപ്പൺ ട്രെയിനിങ് ആണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ. അതിലെ അംഗങ്ങൾക്ക് ആയുധ പരിശീലനമൊക്കെ നൽകുന്നയാളാണ്. മൾട്ടിപ്പിൾ ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ ജമ്മു ആൻഡ് കാശ്മീരിൽ അതിൽ ഇൻവോൾവ് ആണ് അയാൾ. വാണ്ടഡ് ഇൻ IC 814 ഹൈജാക്കിംഗ് കേസ്, ഖണ്ഡഹാർ വിമാന റാഞ്ചൽ കേസിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന മോസ്റ്റ് വാണ്ടഡ് ടെറർ അതിലൊരാളാണ് ഈ കൊല്ലപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ ഉസ്താദ് ജി എന്നൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് യൂസഫ് അസർ. അയാൾ മൗലാന മസൂദ് അസറിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ്. അയാൾ കൊല്ലപ്പെട്ടു. 4ാമത്തെ പേര് ഖാലിദ് അബു അക്സ. അയാൾ ലഷ്കർ ഇ തയ്യബയുടെ പ്രധാനിയാണ്. ഖാലിദ് മൾട്ടിപ്പിൾ ടെററിസ്റ്റ് അറ്റാക്ക് ജമ്മു കാശ്മീരിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ്. വെപ്പൺ സ്മഗ്ലിംഗ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയുധക്കടത്താണ് പ്രധാന പരിപാടി. അയാളുടെ ഫ്യൂണറൽ ഫൈസലാബാദിൽ നടന്നതിൽ സീനിയർ പാകിസ്ഥാനി ആർമി ഒഫീഷ്യൽ ആൻഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഫൈസലാബാദ്. അപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സൈനിക നേതാക്കളും അവിടുത്തെ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറും അവിടെ ഈ ആർമി ഉദ്യോഗസ്ഥരും ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തു എന്ന വിവരം കൂടി ഇപ്പോൾ സ്ഥിരീകരിച്ചു വരുന്നുണ്ട്. മുഹമ്മദ് ഹസൻ ഖാൻ, അയാൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാനിയാണ്. അയാൾ എന്താണ് ഈ പാക് അധീന കശ്മീരിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അയാൾ ഈ എന്താണ് പല പ്രധാനപ്പെട്ട ഭീകര കേസുകളിലും ജമ്മു കാശ്മീരിലെ ഭീകരവാദ കേസുകളിൽ ആക്രമണ സംഭവങ്ങളിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റാണ്. ഇത്രയും വിവരങ്ങൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചൊരു പട്ടിക എന്ന മട്ടിൽ തന്നെ ഇപ്പോൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്.